ഈ 5 കാര്യം ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് ഓണസദ്യ ഹെൽത്തി ആയിട്ട് കഴിക്കാം. ഒന്നാമത്തെ കാര്യം, ഏകദേശം 16 തൊട്ട് 26 തരം വിഭവങ്ങളുള്ള സദ്യയാണ് നമ്മുടെ ഓണസദ്യ. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒന്നാമത്തെ കാര്യം, ഇതിനകത്തുള്ള വിഭവങ്ങളെല്ലാം കുറേശ്ശെ ആയിട്ട് നിങ്ങൾ ഇൻടേക്ക് ചെയ്യുക. രണ്ടാമത്തെ കാര്യം, പച്ചക്കറിക്ക് കൂടുതൽ പ്രാധാന്യം നൽകുക. കാരണം ഫൈബർ, വൈറ്റമിൻസ് എല്ലാം കൂടുതൽ അടങ്ങിയിരിക്കുന്നത് പച്ചക്കറികളിലാണ്. മൂന്നാമത്തെ കാര്യം, നിങ്ങൾ പായസം എടുക്കുമ്പോൾ ഒരു ചെറിയ ഗ്ലാസ്സിൽ ചെറിയ അളവിലെടുക്കുക. കാരണം മധുരം ഇപ്പോൾ ശർക്കരയാണേലും തേനാണേലും എല്ലാം ഒരേ കാറ്റഗറി വരുന്നതാണ്, വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല. നാലാമതായി, നിങ്ങൾ പതിയെ കഴിക്കുക. സാവധാനമായിട്ട് കഴിച്ചാലേ നമ്മുടെ ദഹന പ്രക്രിയ കൂടുതൽ സ്മൂത്ത് ആവുകയുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ പതിയെ ചവച്ചരച്ച് നന്നായിട്ട് കഴിക്കുക, സമയമെടുത്ത് നന്നായിട്ട് കഴിക്കുക. അഞ്ചാമത്തെ കാര്യം, നിങ്ങൾ ഒരു നേരം ഓണസദ്യ കഴിച്ചെന്ന് വെച്ച് നിങ്ങൾക്ക് വെയിറ്റ് കൂടാനോ നിങ്ങൾ കൂടുതൽ ഫാറ്റ് ആകാനോ ഒന്നും പോകുന്നില്ല. നിങ്ങൾക്ക് ആ ദിവസം വേണമെങ്കിൽ രാവിലത്തെ 5 ചപ്പാത്തിയോ 5 ഇഡലിയോ കഴിക്കുന്നതിന് പകരം അത് ലിമിറ്റ് ചെയ്ത് എഗ്ഗ് കഴിക്കാം, നിങ്ങൾക്ക് പൊമോഗ്രാനറ്റ് കഴിക്കാം. അങ്ങനെ നിങ്ങൾ ആദ്യത്തേതും നിങ്ങളുടെ രാത്രിയിലത്തെ ഫുഡും നിങ്ങൾ കൺട്രോൾ ചെയ്യുക, കാലറി കുറഞ്ഞ ഫുഡ് കഴിക്കുക. അതല്ലാണ്ട് നിങ്ങൾ ഒരു ദിവസം ഒരു നേരം നിങ്ങൾ അൺഹെൽത്തി ആയിട്ട് നിങ്ങൾ കൂടുതൽ ഫുഡ് കഴിച്ചെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഫാറ്റോ തടിയോ ഒന്നും വരത്തില്ല. ഓവർ എ ടൈം നമ്മൾ അഡാപ്റ്റ് ചെയ്തിരിക്കുന്ന നമ്മുടെ അൺഹെൽത്തി ഹാബിറ്റ്സ് ആൻഡ് ഫുഡ് റൊട്ടീനാണ് നമുക്ക് കൂടുതൽ ഫാറ്റും ചിലപ്പോൾ കൂടുതൽ വണ്ണം ഉള്ളതുമായിട്ടുള്ള ബോഡി നമുക്ക് വരാൻ കാരണം. അപ്പോൾ ഹാപ്പി ഓണം.